എന്താ പറയാ, പോലീസ് വരെ രാത്രി വന്ന് പൂക്കി. ഹലോ ഗായ്സ്, അപ്പോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ ആദ്യം തന്നെ ക്ലിഫിലേക്കാണ്. കാരണം നമുക്ക് ഇന്ന് ബ്ലാക്ക് മുണ്ടും ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ഒരു ഷൂട്ട് ഉണ്ട്, അതിന് വേണ്ടി പോവാണ്. ഇന്ന് വെള്ളിയാഴ്ച ലീവ് ആയതുകൊണ്ട് കരാമയിലുള്ള ഒരു ഷോപ്പും തുറന്നിട്ടില്ല. എന്റെ ഷോപ്പും തുറന്നിട്ടില്ല. ചാവി കിട്ടാൻ വേണ്ടിയിട്ട് ചെക്കനെ വിളിക്കുമ്പോൾ ചെക്കനാണ് ഈ ഫോൺ കൊടുക്കുന്നത്. കുഴപ്പമില്ല, ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നു. നിങ്ങൾക്ക് ഇതും കൂട്ടിയിട്ടോ ഒന്നും അറിയണില്ലല്ലോ. എന്താണ് പരിപാടി വൈബ? പരിപാടി ഷൂട്ട് ഇന്ന് മുതൽ നമ്മൾ വ്ളോഗ് ചെയ്ത് ഇടാൻ പോവുകയാണ്. എന്തായിക്കോട്ടെ, കുഴപ്പമില്ല. റീച്ച് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ എല്ലാം ഇനി വ്ളോഗ് ഇടും. ഓക്കെ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാള സിനിമയുടെ ഒന്നുകൂടി ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സാലി ബ്രോയാണ്. മലയാള സിനിമയുടെ അഭിമാനമായ സാലി ബ്രോ ഇപ്പോൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വെൽക്കം. ഞാൻ സാലി ബ്രോയുടെ കൂട്ടുകാരൻ. നിങ്ങളാണ് സാർ. അതെ, ഇവരൊക്കെ ആരാണ്? കൂളിംഗ് ഗ്ലാസ് ഇട്ട്. അതെ 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 അതെ. അപ്പോ ഗൈസ്, മറ്റേ ട്രാഫിക് കാര്യം പറട്ടെ, വിഷയം പറട്ടെ. ഗൈസ്, മലയാള സിനിമയുടെ അഭിമാന താരന്നൊക്കെ നമ്മൾ തള്ളിയത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒരു സീരിയസ് ആയ അത് ഞാൻ പറഞ്ഞ ആവശ്യമില്ല. ഓക്കെ, സീരിയസ് ആയിട്ട് കാര്യം പറയുന്നത്. ഗൈസ്, നമ്മുടെ ഈ മൈക്രോ മൂവീസ് എന്നുള്ള കോൺസെപ്റ്റ് അത്യാവശ്യം സീരിയസ് ആയിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല സ്റ്റോറീസ് ഉണ്ടെങ്കിൽ, ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ, വൈബ് തിങ്സ് എന്ന പേജിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി നിങ്ങൾ പുള്ളിയെ ഫോളോ ചെയ്യുക. പുള്ളി DM ചെയ്താൽ മതി. ബാക്കി എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഈ ആക്ടേഴ്സൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. പക്ഷെ നല്ല സ്റ്റോറീസ് ആണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. സോ നല്ല സ്റ്റോറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുള്ളിയെ DM ചെയ്യാം, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ചെയ്താലും മതി. ഇവരൊന്നും ചെയ്യണ്ട, ഇവരൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അല്ലടാ, നിനക്ക് അത്യാവശ്യം എത്ര ഉണ്ടാ? ഓക്കെ 200K ഉള്ളവർ. അപ്പോൾ അത് വേണ്ട. എന്നെ ഇനി ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി നല്ല രീതിയിൽ സംസാരിക്കാൻ നമ്മുടെ അജു ഇവിടെ ഉണ്ട്. അജു ഡ്രൈവ് ചെയ്യാണ്, എന്നാലും അവൻ സംസാരിക്കാൻ നോക്കി. അജു പറഞ്ഞു നമ്മൾ ആ ഷോർട്ട് സ്റ്റോറീസിന്റെ കാര്യങ്ങൾ. സോ ഗൈസ്, അപ്പം നമ്മുടെ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണം എന്താ വെച്ചാൽ എല്ലാവരും ചിരിക്കണം, എല്ലാവരും കരയണം, എല്ലാവരും സന്തോഷിക്കണം. അങ്ങനെ ഇതെന്താ അപ്പം നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ഇൻവെസ്റ്റിഗേഷൻ, CBI അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ പൊളിക്കും ഇല്ലേ സാലി ബ്രോ? എത്തിക്കുക. അതെ, നിങ്ങൾ ഇനി എന്റർടൈൻ ആയില്ലെങ്കിലും നമ്മൾ എന്റർടൈൻ ആയ പോലെ അഭിനയിച്ചെങ്കിലും കാണിക്കാം. കാരണം വെച്ചാൽ നമ്മളിപ്പോ അതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പാഷൻ. അതെ, അതും കറുപ്പും കിട്ടിട്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. സ്റ്റോറീസ്, നല്ല സ്റ്റോറീസുകൾ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞ പോലെ വൈബ് തിങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സാലിബ്രോന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക. പെമ്പിള്ളേരാണെങ്കിൽ ധനിലിനെ അയച്ചു കൊടുത്തോന്നാണ് അവൻ പറഞ്ഞ സൈഡിൽ കൂടെ. പ്രത്യേകിച്ച് അയക്കരുത്. എനിക്ക് അയക്കണ്ട, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ട് അവനെ ഹാൻഡിൽ ചെയ്യണം. എല്ലാവർക്കും അവന്റെ പിന്നെ അവന്റെ DM ഡയറക്റ്റ് വന്ന് നമ്മുടെ ഇനി അണ്ണന്റെ എടുക്ക്. അണ്ണൻ എന്താ പറയാനുള്ളത് ബ്ലോഗിനെ കുറിച്ച്? നമ്മുടെ ക്യാമറമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. സർവോപരി ഗൈസ്, അപ്പോൾ അടുത്തത് നമ്മുടെ വൈബ് തിങ്സ് ആണ്. വൈബ് തിങ്സിനെ കുറിച്ചിട്ട് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. കാരണം ഒട്ടനവധി മലയാള സിനിമയിൽ അസോസിയേറ്റ് ആയിട്ടും സ്പോട്ട് എഡിറ്ററായിട്ടും പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ ആളുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതിൽ വലിയ ഭാഗ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും നല്ലൊരു മനുഷ്യനും ഇത്രയും നല്ലൊരു ക്യാരക്ടറും, അതെ തള്ളാണ് സാർ ഞങ്ങളുടെ മെയിൻ. ഇത്രയും നല്ലൊരു ക്യാരക്ടറും പിന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കരാമെന്നല്ല, എൻ്റെ UAയിൽ വേറൊരു വേർഡില്ല. എഡിറ്റിങ്ങിൻ്റെ അവസാന വാക്കാണ് നമ്മുടെ വൈബ് തിങ്സ്. ഈ ശരീരം നിറയെ ടൂൾസ് ആണ്, എഡിറ്റിംഗ് ടൂൾസ് ആണ്. അതെ, സാറിന് എന്താ പറയാനുള്ളത്?
അല്ല നിനക്ക് എന്നെ കൊല്ലായിരുന്നോ? അല്ല നമ്മുടെ ആ മൈക്രോ മൂവീസ് സംഭവം അതിനെ കുറിച്ച് പറയും. അതെ നമ്മുടെ സ്റ്റോറീസ് ആൾക്കാരെ നല്ല സ്റ്റോറീസ് ആണെങ്കിൽ സാലിബ്രോ നിനക്ക് നല്ല സ്റ്റോറി സംഭവങ്ങളാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്കുക, അത്രേ ഉള്ളൂ. സ്റ്റോറീസ്. അപ്പൊ ഗൈസ് നമ്മളിതാ അടുത്ത ലൊക്കേഷനിലെത്തി, അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പാർക്കിംഗ് ഇല്ലാത്ത കാരണം നമ്മൾ മൂന്നാളും പോകുന്നു. ധനിലിന്റെ വണ്ടിയുടെ ഇപ്പുറത്ത് ഇരുത്താനാണ് നമ്മുടെ പ്ലാന്. പക്ഷെ അവനിപ്പോ സന്തോഷിക്കുന്നുണ്ടാവും, കാരണം എ സിയിലുള്ള അവൻ ഇരിക്കാലോ. ഞാനൊരു വെടിക്ക് 2 വെക്സ് ആക്കിയതാ. ഇവന് വരണമെന്നുണ്ട്, അതിന്റെ ഇടയിൽ ഞാൻ അവന് സുഖം കൊടുത്തു AC. അപ്പൊ അമ്പലത്തിലെ നമ്മുടെ 3rd എപ്പിസോഡ് കഴിഞ്ഞ് 4th എപ്പിസോഡ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ 54 ഡിഗ്രിയാണ്. സോ ഗൈസ്, അപ്പൊ നമ്മളിതാ ഇപ്പൊ ഇവിടെ ചൂട് 54ആയി. പക്ഷെ നമ്മളൊരു തണല് കിട്ടിയോണ്ട് ഇവിടെ തന്നെ നിന്ന് ഇപ്പൊ 4 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു. ഏകദേശം കഴിയാനില്ല ഇപ്പൊ. നമ്മളിതാ ഇന്ന് കാലത്ത് പുലർച്ചെ 6 മണിക്ക് തുടങ്ങിയ ഷൂട്ടാണിത്. ഇപ്പൊ വൈകുന്നേരം 7 മണിയായി. ധനിൽ ശ്രീറാമിന്റെ മെയിൻ കഥാപാത്രത്തിന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഇതിൽ നടക്കാൻ പോകുന്നത്. ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, കാരണം വാക്കുകളില്ല. അതാണ് എന്റെ രസം. സൺഗ്ലാസ് വേണ്ട, സൺഗ്ലാസ്. ധനിൽ ശിവറാമിന്റെ ഈ മാസ്മരിക കാഴ്ച ഒന്ന് പറയട്ടെ പണ്ടറ. മാസ്മരിക അഭിനയം കാണുവാൻ വേണ്ടിയിട്ട് ഇതാ കേരള കരാമ രംഗത്തെ ഏറ്റവും വലിയ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഷൂട്ടിന്റെ അനുഭവം? കലിപ്പന്റെ കാന്താരി. നമ്മള് ഇപ്പൊ എത്ര ഷോട്ടുകൾ എടുത്ത് തീർത്തു? നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ റീടേക്ക് അടക്കം കണക്കൂട്ടി പറയണോ? റീടേക്ക് അടക്കം നമ്മൾ ഏകദേശം ഒരു ഞാൻ പറഞ്ഞ 128 GB 2.5 കാർഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. സത്യം ഉള്ളത് കുറച്ച് പറയണം. നമ്മള് 32 GB ഫുള്ള് എടുത്ത് കഴിഞ്ഞു. റീടേക്കുകളൊന്നും ഇല്ല. അജ്മൽ ബ്രോ നന്നായി അഭിനയിച്ചു, കുറെ എക്സ്പ്രഷൻസ് ചോദിക്കാണ്ട് തന്നു. നല്ല ആക്ടറാണ്, സൂപ്പർ. പൈസ അടിപൊളി ആക്ടറാണ് കേട്ടോ. നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്താ പറയണേ? നിനക്കെന്താ പറഞ്ഞാല് അടുത്ത നമുക്ക് അവിടെ നിൽക്കാണ്. ഇപ്പൊ അവിടെ നിൽക്കാം. റെഡി, ക്യാമറ റോളിംഗ്, ആക്ഷൻ. നമ്മുടെ ഷൂട്ട് ഇതാ രാത്രി ആയിരിക്കുന്നു. രാത്രി ധനിലിനെ കാണാത്തോണ്ട് ഫേസ് മാസ്ക് ഇട്ട് വെളുപ്പിക്കുകയാണ്. ഇതിപ്പോ എങ്ങനെ ഊരിയെടുക്കാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരു മിനിറ്റ്, നീ തേക്കണ തെറ്റേ പിടിച്ചേ. നല്ല ഡിഡിക്കിട്ട് ഞാൻ പിടിച്ചിട്ട് കണ്ണിക്കാവേ കണ്ണിലാക്കല്ലേട്ടാ. ഇല്ലില്ല, നോക്കടാ മുഖട്ടെ താടിയിലൊന്നും ആക്കല്ലേട്ടാ. കട്ടില് നിക്കണത് അതെ. അല്ലെങ്കിൽ മനസ്സിലാവില്ല. കുറെ സ്വന്തം കളിക്കൂട്ടുകാരന്റെ മുഖത്ത് പേസ്റ്റ് തേച്ചുകൊണ്ട് എനിക്ക് ബ്ലാക്ക് മേടിക്കരുത്. ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഒന്ന് പോയടന്ന് ശരിയുള്ളത് കാണാനല്ലോ. ഗ്രോസറി പോയ ബ്ലാക്ക് കിട്ടുവേ. ഫോട്ടോയില് കണ്ടപ്പോഴേ വേറെ ലെവലായിരുന്നു. അത് വരൂടാ, റെഡിയാവും. ഉണങ്ങിയാ ശരി. അവിടെ ഫെയർ ലോലി മേടിച്ച് കുറച്ച് തേച്ചു കൊടുത്താ അതും മതിയായിരുന്നു. അതുണ്ട് പൊത്ത്
പ്രിയമുള്ള കലാസ്നികളെ നമ്മളേറെ വിഷമത്തോടെയാണ് അത് കളഞ്ഞത്. സംഭവം എന്ന് വെച്ചാൽ അത് തേച്ചിട്ടും വിളിക്കണില്ല. അപ്പൊ നമ്മളത് മാറ്റി പൈസ ക്രീമിന്റെ വെറൈറ്റി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് തേക്കാൻ പോകണമെങ്കിൽ അപ്പൊ ധനിത മുഖം കഴുകുന്നു. തിരിച്ചു വരുമ്പോ നമുക്ക് നോക്കാം അവനെ കാണുന്നുണ്ടോ എന്ന്. വെള്ള മനസ്സിലാവുള്ളൂ. അതെ. അയ്യോ എന്ത് രസം നിന്നല്ലേ ബിബു. സോ ഗൈസ്, രാത്രി 1 മണിയായിരിക്കുകയാണ്. നമ്മുടെ ഷൂട്ട് തീർന്നിട്ടില്ല. ഇന്നത്തെ സമയം എത്രയായി? കഴിഞ്ഞു. നമ്മുടെ ഈ സീനോടെ കഴിഞ്ഞ നമ്മള് പാക്കപ്പ്. ഇപ്പൊ സമയം എത്രയായി? സമയം വളരെ മോശമാണ്. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ഈരിങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, നർമ്മീന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഒരു കൊലയല്ലാണ്ട് നമ്മൾ ആടി തുടങ്ങി. അയ്യോ വയ്യാണ്ടായി. സോ ഗൈസ്, 2 മണിയായി, ഇതുവരെ തീർന്നിട്ടില്ല. നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസം? ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞേ വേണ്ടില്ല, നന്നായിരുന്നു. പക്ഷെ നമ്മൾ കാലത്ത് മുതൽ അടിപൊളി എഫേർട്ട് എടുത്ത് അടിപൊളിയായി ചെയ്ത്. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴുള്ള ഷോ അവസാനത്തെ നടന്നു പോണവർക്കും വിട്ട് കൂട്ട് വെട്ടി. ഓക്കെ, ബാക്കപ്പ്. അപ്പൊ ഗൈസ്, സമയം രാത്രി 2:30 അപ്പോ ഇന്ന് നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്ത് ഒരുപാട് പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടി എനിക്ക്. അതാ ഇവിടെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ എന്താ പറയാ, പോലീസ് വരെ രാത്രി വന്ന് പോക്കി. പണിയൊന്നുമില്ലേ അതെ, സെറ്റ്. അപ്പൊ താങ്ക് യു.